ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹന്ന. എല്ലാ ദിവസത്തെ പോലെ ഞാൻ ആദ്യ ദിനം പുറത്തേക്കാണ് വന്ന് നോക്കിയത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നല്ല മഴയാണല്ലോ. ഇന്ന് ഭാഗ്യത്തിന് മഴയൊന്നും കാണുന്നില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസ് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ കിച്ചണിലോട്ടേക്ക് പോവാം. ഇന്ന് വെള്ളാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെള്ളാപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നോക്കിയത് അത് പൊന്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചില സമയത്ത് അത് പൊന്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെൻ്റെ സ്വന്തം സ്മൈലിയാണ് കേട്ടോ. ഞാനിത് കണ്ടിട്ടാണ് കിച്ചണിലോട്ടേക്ക് വരുന്നത് എപ്പോഴും. അപ്പോൾ നമുക്കിതാ ഉരുളക്കിഴങ്ങ് കറിയാണ്. ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കുറുമ കറി ഉണ്ടല്ലോ, വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കുറുമേൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കട്ട് ചെയ്യുന്നതാണ്. പണ്ടൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഉമ്മയൊക്കെ പറയാറുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട, കുറച്ച് അവിടെ നിന്നോട്ടെ, കുറച്ച് ശരീരം ഇതൊക്കെ നല്ലതാണെന്നുള്ളത്. അപ്പം ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ് അതൊക്കെ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ടു, അതേപോലെ തന്നെ ക്യാരറ്റ് ഇട്ടു, പിന്നെ പച്ചമുളക് ഇതാ ഇടുന്നു, പിന്നെ ഇതാ വെല്ലുള്ളിയാണ്, വെല്ലുള്ളി ഇതാ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്താക്കാം, അതിന് നമ്മൾ തേങ്ങാപ്പാലിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പാലൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് ഇതേപോലെ അരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പാൽ നമ്മൾ എന്താക്കുക, മാറ്റി വെക്കുക. ഇതേപോലെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഫസ്റ്റ് പാൽ നമ്മൾ മാറ്റി വെക്കുക. ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് പാലിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. സെക്കൻഡ് പാലിൽ നല്ല നമുക്ക് പച്ചവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനെ പാൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. സെക്കൻഡ് പാൽ ഇതേപോലെ ഡയറക്റ്റ് ഇങ്ങനെ കുക്കറിലോട്ട് തന്നെ ഇങ്ങനെ അരിച്ചെടുത്താൽ മതി, വേറെ പാത്രത്തിലാക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ ഇങ്ങനെ ഇതേപോലെ ക്ലോസ് ചെയ്യാം. കുക്കർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കണം. ഗ്യാസ് ഓണാക്കാൻ വേണ്ടി ഗ്യാസ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓണാക്കുമ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ട് വെക്കുക. ഇനി ഒരു 3-4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ ഓഫ് ചെയ്യാം. അപ്പം അത് അവിടെ നിന്ന് അയക്കുന്നതിൽ നമുക്ക് ഓഫാക്കാം. അടുത്തത് വെള്ളാപ്പം ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട്, പഠിച്ചോനെ വെള്ളാപ്പം പോലെ തന്നെ ആവണേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, ആവോ ഇല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കറൊക്കെ ഇങ്ങനെ വിസിലൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കറിയും ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളാപ്പം ആയിട്ടുണ്ട്. ഞാൻ പൊന്തിച്ച് നോക്കുമ്പം വെള്ളപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് നോക്കാം അതേപോലെ ആയിട്ടുണ്ടോ എന്നുള്ളത്. ചിലത് ഇങ്ങനെ പറ്റലൊക്കെ ഉണ്ടാവുമല്ലോ, അടിയിലിങ്ങനെ പറ്റി പിടിക്കലൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ തന്നെ ഞാൻ ഇതിന് എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഭാഗ്യത്തിന് പറ്റലൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് സാധാരണ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ പുറത്തേക്ക്, ബാക്കിലെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ പുറത്തേക്കൊന്ന് വന്ന് നോക്കിയിട്ടുണ്ട്, എന്തൊക്കെയാണ് അവസ്ഥ എന്നൊക്കെയുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോക്കിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച പാലുണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളാപ്പം ഇങ്ങനെ ചുടുന്നുണ്ട് കേട്ടോ. വെള്ളാപ്പം കുറച്ചും കൂടെ നമുക്ക് ചൂടോടെ കഴിക്കാനല്ലേ കുറച്ചും കൂടെ ഇഷ്ടം. അപ്പം കറീൻ്റെ കൂടെ തന്നെ വെള്ളാപ്പം ആയാലും ഒരുമിച്ച് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ ചുടുന്നുണ്ട് കേട്ടോ. വെള്ളാപ്പം അതേപോലെ ഇങ്ങനെ ചുറ്റിക്കുന്നൊക്കെ ഞാനിങ്ങനെ പണ്ടൊക്കെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ആവോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ ആയി വന്നിട്ടുണ്ട്. ഞാനത് മൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താക്കാം, കറിക്ക് വേണ്ടിയിട്ട് നമുക്കത് വറവിടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ചുവന്ന കായ് മുളകുണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചിങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ചുവന്ന മുളക് കുറച്ച് കറുപ്പ് കളർ വരുമ്പോൾ കറിയിൽ നല്ലൊരു നമുക്ക് എന്താ പറയുക ചൊയ ഉണ്ടാവും. ഞാൻ ചൊയ എന്നാ പറയൽ, ചൊയ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ എന്താക്കാം, അത് അതിൽ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത് കടുക് വറുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. കടുകും കൂടെ ഞാൻ ഒന്നും കൂടെ അതിൽ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കറി ആയിട്ടുണ്ട്. കറി നമുക്കിതാ കാണാം. നല്ല ചുവന്നകായ മുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും കടുകിൻ്റെയും ഒക്കെ നല്ല സ്മെല്ലും ഉണ്ട്. നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ബാക്കി നോക്കാം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത്. കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് പുറത്ത് ചെറുങ്ങനെയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വെലങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പാറിയിട്ടങ്ങ് പോയിട്ടുണ്ട് മഴ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വെള്ളപ്പം കഴിക്കാം. വെള്ളപ്പം കാസറോൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ എന്താ പറയുക, കുറച്ചൊരു ഇതായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ വെള്ളാപ്പം എടുത്തു, അതിൻ്റെ കൂടെ കറിയും കൂടെ നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ട് കറി. എനിക്ക് കഴിച്ച് നോക്കിയാലോ എന്നറിയാൻ പറ്റും. കറി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കറി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം, കഴിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്.
കഴിച്ചു. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.